ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനകം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ അരി കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അരി കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അംലൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യാനും മറക്കല്ലേ. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്തതായാലും കുഴപ്പമില്ല, എന്നാലും കൂടുതൽ നല്ലത് നമ്മൾ വറുക്കാതെ ഉണക്കി പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് നല്ലത്. ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാലക്കാടൻ മട്ട അരി വേവിച്ചിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസ് വേവിച്ചതെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് തേങ്ങ. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. വെള്ളത്തിന് അളവില്ല, നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി ചൂടുള്ള വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പിൽ കൂടുതൽ വെള്ളം വേണം. ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ അല്ല വേണ്ടത്, കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം ബാറ്ററിന് തിക്കാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഈസ്റ്റോ സോഡാപ്പൊടിയോ ചേർക്കാതെ നമ്മൾ പഴയ മാവ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അയണിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിലേക്ക് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം. ഇല്ലാതെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ചുറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ബാറ്റർ കുറച്ച് ലൂസായിട്ടിരിക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മളിത് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ, മറ്റേ സാധാ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ പരത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റിൽ താഴെ മതി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ബാക്കി മാവുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ രാത്രിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് യൂസ് ചെയ്യാം. പുറത്ത് തന്നെ വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന പച്ചരിപ്പൊടിയുടെ ഇതനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു നുള്ള് 2 നുള്ള് സോഡാപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല പച്ചരി ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.